ഇത് ഗെയിമാണ്. എനിക്ക് ടൈമൊന്നും ഇല്ല. ഇതാ നിങ്ങൾ കളിക്കുന്നത് ബാംഗ്ലൂരൊക്കെ പിള്ളേർ കോളേജ് പിള്ളേരെ കളിക്കുന്ന സാധനമാണ്. ഇത്തിരി മണ്ടയൊക്കെ വേണം. ഇത് ഞാൻ പണ്ട് കൊണ്ടുവച്ച സാധനമാണല്ലോ. ഇത് ഞാൻ പണ്ട് എന്റെ കയ്യിരുന്ന സാധനമാണ്. ഇതൊക്കെ എടുക്കാനോ പറഞ്ഞ ഇത് ഞാൻ പുതിയത് വാങ്ങിക്കൊണ്ട് വന്നതാ. ഈ സാധനം അറിയോ? നിങ്ങൾക്ക് അറിയോ? കളിക്കാൻ അറിയോ? ഇതാണ് യുനോ കാർഡ്. യുനോ കാർഡ് അടിപൊളിയാ. കണ്ട് ഇതിലെങ്ങാണ്ട് എഴുതിയിട്ടുണ്ട് സംഭവം. അതൊന്നും അറിയത്തില്ല. എന്തായാലും എനിക്കിത് കളിക്കാൻ അറിയാം. 7 പേർക്ക് വരെ കണ്ട് കളിക്കാം. നമുക്കിത് പൊട്ടിക്കാം. ഇതെല്ലാവർക്കും ഒന്നും അറിയത്തില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇല്ല കാർഡ് എനിക്ക് പൊട്ടിക്കാൻ പറ്റുന്നില്ല. ഇത് പഴയ കാർഡ് പോലെയല്ല മാമ, നല്ലൊരു കട്ടിയുണ്ട്. ഇത് കൊള്ളത്തില്ല. ഇത് മറ്റേ വെള്ളം പിടിക്കുന്ന ഇത് കളിക്കാനുള്ള രീതിയൊക്കെ 5 രീതിയിൽ 5 ഘട്ടങ്ങളായിട്ട് അത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരെണ്ണത്തിന്റെ ആണ്. ഇയാളെങ്ങാണ് എടുത്താ ഇതെടുത്ത് വെച്ചു. എന്തൊക്കെയാണ് ഇതിന്റെ ഉപയോഗം, എന്തൊക്കെയാണെന്ന്, ഇതെങ്ങനെ കളിക്കുന്ന രീതി വരെ, അല്ലെങ്കിൽ ഈ കാർഡ് പരിചയപ്പെടുത്തി തരാം. നാളെ കളിക്കുന്ന രീതി പറഞ്ഞുതരാം. അല്ലെങ്കിൽ സമയം പോയി എനിക്ക് എഡിറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? നമുക്ക് ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഷഫിൾ ചെയ്യണം. ഈ സാധനം ഷഫിൾ ചെയ്യുക. ഇങ്ങനെ ഷഫിൾ ചെയ്യണം. പുതിയ കാർഡിന് അറിയില്ല. അതെന്തൊക്കെ ചോദിക്കാതെ അറിയില്ല. ഇനി ഇതിപ്പോ ഇത്രയും കാണുന്നുണ്ട്. 110 കാർഡ് കാണുന്നുണ്ട്. കാർഡിന്റെ ഇടയ്ക്ക് കാണും. എല്ലാത്തിനും 2-3 വെച്ചുണ്ട്. ഇത് മാറ്റണം നമ്മൾ. അത് എത്ര ആളുടെ എണ്ണം നോക്കിയിട്ട് അത് മാറ്റണം. 2 എണ്ണം കണ്ടിരും. അതിൽ ആ ബോക്സിൽ ഇനി വേറെ ഉണ്ടോ നോക്കിയത്. കളർ ചേഞ്ച് പറഞ്ഞത് അത് ഞാൻ പറഞ്ഞു തരുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലാവത്തേ ഉള്ളൂ. അതല്ലാതെ ഒരുപാട് ഞാൻ പറഞ്ഞുതരും. ഇതിൽ ഷഫിൾ കാർഡ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞുതരാം. ഇതില് കണ്ട റെഡ് നീല നീല റെഡ് നീല മഞ്ഞ പച്ച നീല ചുവപ്പ് പച്ച ഇത് ഞാൻ കാർഡ് ഏതൊക്കെയാണെന്ന് കാണിക്കുന്നതേ ഉള്ളൂ. കളി ഇങ്ങനല്ല. ഇതിന്റെ പ്രധാനപ്പെട്ട ഈ പറഞ്ഞിരുന്നു മനസ്സിലായോ? അത് മനസ്സിലാക്കിയാൽ മതി. പ്രധാനപ്പെട്ട കുറച്ച് കാർഡുകളുണ്ട്. ആ കാർഡുകളാണ് ഞാൻ മാറ്റാൻ പോകുന്നത്. മനസ്സിലായോ? ഇതെല്ലാം ഇരിക്കട്ടെ. ഇത് ആദ്യം മുതൽ നിങ്ങൾ പഠിക്കണം. എന്നാലേ നിങ്ങൾക്കത് ഒരു ഇത് കിട്ടത്തുള്ളൂ. മനസ്സിലായോ? ഐഡിയ കിട്ടത്തുള്ളൂ. ഇതെനിക്ക് തോന്നുന്നേ ഇത് അടിപൊളി കാർഡ്. ഞാനിത് ഇപ്പോഴാണ് ഞാൻ കുറച്ച് ദിവസമായി വാങ്ങി വെച്ചിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക് പോലെ അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. നമ്മളെ പഴയ കാർഡില്ലായിരുന്നു മാമച്ചി, അത് ഇതുപോലെ വലിയ കാർഡല്ലായിരുന്നു. ഒരുമാതിരി വെള്ളം പിടിക്കുന്ന പേപ്പർ പോലത്തെ. അത് കൊള്ളത്തില്ലായിരുന്നു. പക്ഷെ അത് ഇതിപ്പോ നമ്മളിവിടെ എല്ലാവരും കളിച്ചു തുടങ്ങി. അതിനുമായിട്ട് മിക്സ് ചെയ്യല്ലേ, എന്നാലത് മനസ്സിലാക്കാൻ പറ്റില്ല. അതാണ്ടേ ഇനി നോക്കാം. അത് വിട്. ഇത് കണ്ട, ഇതിപ്പോ നമ്മള് തിരിഞ്ഞു വെച്ചേക്കുവാ ഈ സാധനം. ഇത് കളിക്കുന്ന ഇടയിലുള്ള ഒരു കാർഡെന്ന് മാത്രമേ ഉള്ളൂ ഇതിന്റെ പരിഗണന. ഇട്ടിട്ട് വരുമ്പോഴത്തേക്കില് മാറുന്നു. ഇത് ഇത്രയും കാർഡ്. ഇതിലെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ സംഭവമാണ്. ഇത് സ്കിപ്പ് എന്ന് പറയും. സ്കിപ്പ് കാർഡാണ്. ഈ കാർഡ് എടുത്തിട്ട് കഴിഞ്ഞാൽ ആമിനാക്ക് കളിയില്ല, ആഴ്ച കളിക്കണം. അതാണ് സ്കിപ്പ്. മനസ്സിലായില്ല? അപ്പൊ നാളെ നമ്മളിത് കളിക്കുമ്പോഴേക്കും ഏകദേശം മനസ്സിലായി. നമുക്ക് കളർ ചേഞ്ച് നമ്മളെ ഇരിക്കുന്ന 1, 2, 3, 4 കളർ ഉണ്ട്. നീല, പച്ച, മഞ്ഞ, ചുവപ്പ്.
കളർ ചേഞ്ച് നമ്മുടെ കയ്യിൽ ഏറ്റവും കൂടുതൽ ഈ കാർഡ് കയ്യിൽ നിന്ന് ഇട്ട് തീർക്കുക എന്നുള്ളതാണ്. 7 കാർഡ് വെച്ച് ഒരാളുടെ കയ്യിൽ കൊടുക്കും, ആ കാർഡ് എങ്ങനെയെങ്കിലും ഇട്ട് തീർക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ കളർ ചേഞ്ചാണ് ഈ സാധനം. ഇതിൽ നമ്മളെ കയ്യിലുള്ള ഏറ്റവും കൂടുതലുള്ള കാർഡ് കളർ ചേഞ്ച് ടു റെഡ് എന്നങ്ങ് പറഞ്ഞു തരണം. അപ്പോൾ അത് തന്നെ ഇത് +4. ഇതിപ്പം എൻ്റെ കയ്യിൽ ഈ സാധനം ഇരിക്കുന്നെങ്കിൽ ആമിനെ ഇപ്പം ജയിക്കാറായിരിക്കും, അല്ലെങ്കിൽ ആമിനാക്ക് എനിക്കൊരു പണി കൊടുക്കണം. അപ്പം +4 ഇങ്ങനെ കളർ ചേഞ്ച് കളർ ചേഞ്ച് ടു റെഡോ എല്ലാം എൻ്റെ കൂടുതലോ കളർ ഉള്ളതിട്ട് ഇടുമ്പോഴത്തേക്കിൽ 4 എണ്ണം +4 4 എണ്ണം പെനാൽറ്റി ആവും ആമിനാക്ക്. അപ്പോൾ ഇത് നമ്മളിവിടെ കുറച്ച് കാർഡ് വയ്ക്കുക, നാളെ കളിക്കുമ്പോൾ മനസ്സിലാക്കാം. അപ്പം അത് നിങ്ങൾക്ക് നല്ലോണം കത്തും. അപ്പോൾ 4 എണ്ണം നീക്കി 4 എണ്ണം ഇതിൽ നിന്ന് ഈ ഇവിടെ ഇരിക്കുന്ന കാർഡിൽ നിന്ന് ഇങ്ങനെ ആമിനെ എടുക്കണം. 4 എണ്ണം പെറ്റ് ചെയ്യാം. ഇതും അത് തന്നെ. ഇത് +2 ഇത് തന്നെയാണ് +2. അപ്പോൾ ഇത് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ആമിനാക്ക് ഇതിനാ +2ൽ കളർ ചേഞ്ച് വിളിക്കണ്ട, +4ൽ കളർ ചേഞ്ച് വിളിക്കാം. അപ്പം ഇത് നമ്മൾ പരിചയപ്പെടുത്തിയല്ലേ ഈ സ്കിപ്പ്, ആദ്യമേ പരിചയപ്പെടുത്തി. ഇതെല്ലാം സ്കിപ്പാണ്, ഇതെല്ലാം ആദ്യം നമ്മൾ അത് റിവേഴ്സ്. ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ഞാൻ ആദ്യം ഇട്ട്, രണ്ടാമത് ആമിനെ ഇട്ട്, മൂന്നാമത് ഇങ്ങനെ കളിച്ചുകൊണ്ട് പോകുമ്പോൾ ഇടയ്ക്ക് ഈ കാർഡ് വരുന്നെങ്കിൽ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ തിരിഞ്ഞു പോകും. ഇങ്ങനെ പോയ കളി നേരെ ആയിഷോട്ട് പിന്നെ തുടങ്ങണം. മനസ്സിലായോ? അത് നാളെ കളിക്കാൻ നമുക്കത് മനസ്സിലാക്കാം. അപ്പോൾ ഇതെല്ലാം റിവേഴ്സാണ്. ഇത് +4 നമ്മൾ +2 നമ്മൾ സംസാരിച്ച സ്കിപ്പ് +4. ഇതിൽ ഇനി ഒരു സാധനം വരാനുണ്ട്. ഇതിലെനിക്ക് തോന്നുന്നില്ലെന്ന് തോന്നുന്നു. അതിനടുത്ത് പഴയതിനടുത്ത് ഇതിൽ ഷഫിൾ കാർഡ് എന്ന് പറയും. ഷഫിൾ കാർഡ് എന്ന് പറയുന്ന സാധനമുണ്ട്. എൻ്റെ പഴയ കാർഡിൽ ഇത് നമ്മൾ കൂട്ടുകാരൊക്കെ ആയിട്ട് കളിക്കുന്ന സാധനമായിരുന്നു. ഇത് നമ്മൾ കുറേ കാലങ്ങൾ കഴിയുമ്പോഴേ ഈ സാധനമൊക്കെ പുരാതന സാധനമായിട്ട് വരും. അപ്പം എല്ലാവരും ഈ സാധനം തന്നെ, ഈ സാധനം ഇതിലില്ല. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അതിനിപ്പോൾ എനിക്ക് തോന്നുന്ന ചെറിയ കാർഡ് വായിച്ചു നോക്കണമെന്ന് തോന്നുന്നു, എന്നാലേ മനസ്സിലാവത്തുള്ളൂ. ഈ കാർഡ് ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷഫിൾ കാർഡാണ്. ഈ സാധനം നമ്മുടെ കയ്യിലിരുന്ന ആർക്കും പെട്ടെന്ന് ജയിക്കാൻ പറ്റത്തില്ല. ഇത് യൂനെ വിളിച്ചിടുക എന്നുള്ളതാണ്. അത് കളിക്കുമ്പോൾ നല്ല വ്യക്തമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കി ഞാൻ പറഞ്ഞു തരാം. യൂനെ വിളിച്ച് നിൽക്കുന്നത്, ജയിക്കാറായി നിൽക്കുന്നവർ സെക്കൻഡ് ലാസ്റ്റ് കാർഡിലാണ് യൂനെ വിളിച്ച് നിൽക്കുന്നത്. ലാസ്റ്റ് കാർഡ് ഇട്ട് തീർക്കുക എന്നുള്ളതാണ്. ഇപ്പം ഇങ്ങനെ കളിച്ചു വന്ന് ആമിനെ ജയിക്കാറായി, ആമിനെ യൂനെ വിളിച്ച് ഇങ്ങനെ നിൽക്കുക. ഇതെൻ്റെ കയ്യിൽ ഇരിക്കുക, ഈ കാർഡ് എൻ്റെ കയ്യിൽ ഇരിക്കുക. ആഴ്ച കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ ആമിനെ ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് ഈ കാർഡ് എടുത്തങ്ങ് അപ്പോഴത്തേക്കിൽ ഷഫിൾ ആവും. നമ്മുടെ കയ്യിലിരിക്കുന്ന എല്ലാവരുടെയും കാർഡ് വാങ്ങിയിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്നും കൂടി അത് വീതിക്കും. എല്ലാവരും ചില കാര്യങ്ങളുണ്ട്. ഇത് ആ പഴയതിലുണ്ട്. കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കാനുള്ള ചില കാര്യമുണ്ട്. ഇപ്പം നാണ്ടെ ഇപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് വരുമ്പോൾ 4 ഇട്ട് ഇപ്പം 4 ഇടുമ്പോഴത്തേക്ക് ഇതേ കളറിലുള്ള 4 വേറെയാണ്. മനസ്സിലായോ? ഇത് തന്നെയാണ് നാണ്ടെ. ഇപ്പം ഞാൻ 4 ഇട്ടു. ഞാൻ കളി പോകുന്നതിന് മുമ്പ് ഇത് ആയിഷയുടെ കയ്യിരിക്കും. ഇത് കയറി ഡോഡ്ജ് എന്നും പറഞ്ഞെങ്കിൽ ഇടണം. അപ്പോൾ ആമിനയുടെ കളി പോയി. ആമിന് ഇടുന്നതിന് മുമ്പ് ഇടണം. ഇതിപ്പോൾ ഞാൻ ഇട്ട് പച്ച ഇട്ട് 4. അപ്പം 4 പച്ച അത് ഇടുമ്പോഴേക്ക് പെട്ടെന്ന് നീ എടുത്ത് ഡോഡ്ജ് ഇട്ട് കഴിഞ്ഞാൽ ആമിനക്ക് കളിയില്ല. പിന്നെ ഞാൻ കളിച്ചു പോകണം. മനസ്സിലായോ? അതേപോലെ തന്നെ ഇതിൽ കുറച്ചും കൂടെ കാര്യങ്ങളുണ്ട്. നമുക്ക് നാളെ കളിക്കുമ്പോഴത്തേക്കിൽ നല്ല വ്യക്തമായിട്ട് പറയാം. ഓക്കെ, അപ്പം നമ്മൾ നാളെ മുതൽ യൂനോ കളിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ പിന്നെ ഞാൻ പഠിപ്പിച്ചു തരാം. ഓക്കെ, അപ്പം നമുക്ക് നാളെ കളിച്ചാൽ പോരെ? ഓക്കെ, എല്ലായിടത്തും പഴയതെടുത്ത് റബ്ബർ ഇട്ട് വയ്ക്കും. ഇത് നാളെ നമുക്കൊന്നും കൂടി ഷഫിൾ കാർഡായി കയറ്റി നമ്മളെ പഴയതിൽ നിന്ന് കാർഡ് അതറിയാവുള്ളൂ. ശരിയാണൊക്കെ കാർഡ്. ഓക്കെ.